ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ വന്നതോടെ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അറിയാവുന്ന ആൾക്കാരോട് പണം കടം ചോദിക്കേണ്ട ആവശ്യമില്ല, ബാങ്കിൽ പോയിട്ട് പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നിങ്ങളുടെ ആവശ്യത്തിന് അതെടുത്ത് ഉപയോഗിക്കാം. ബാങ്കിലെ പോലെ ഒരുപാട് പ്രൊസീജിയറുകളുടെയും ഒരുപാട് ഡോക്യുമെൻറ്റുകളുടെ ആവശ്യമില്ല. പിന്നെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് കടം ചോദിക്കുന്നതിൻ്റെ ചമ്മലുമില്ല. ആവശ്യ സമയത്ത് നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷേ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾക്ക് പ്രശ്നങ്ങളും ഉണ്ട്. 30% കൂടുതലാണ് ഈ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ വരുന്ന പലിശ. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് തരുന്ന ലോൺ കൊളാട്രൽ ഫ്രീ ആണ്. അതായത് ഇതിന് ബാങ്ക് നിങ്ങളിൽ നിന്നും ഈടൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത ഒരാൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഇവർ ഈ പണം തിരിച്ചു പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ കുറച്ച് അപകടം പിടിച്ചതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വാർത്തകൾ വന്നിട്ടും നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടാകും. ഇനി നിങ്ങൾ ഉയർന്ന പലിശ അടയ്ക്കാൻ തയ്യാറാണ്, അതേപോലെ മുടക്കം വരുത്താതെ നിങ്ങൾ ലോൺ അടയ്ക്കും, അതുകൊണ്ട് ഈ റിക്കവറിയുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. എന്നാലും നിങ്ങളെ ബാധിക്കുന്ന മറ്റൊരു കാര്യം ഇത്തരം ആപ്പുകളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. നിങ്ങളൊരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരു ഇൻസ്റ്റൻറ്റ് ലോൺ തരുന്ന കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ഒരു എമൗണ്ട് അപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഉദാഹരണത്തിന് നിങ്ങളൊരു 10,000 രൂപയാണ് ലോൺ എടുത്തത്. നിങ്ങൾ അക്കൗണ്ടിൽ ക്രെഡിറ്റായ തുക നോക്കുമ്പോഴാണ് അത് 10,000 രൂപ ഉണ്ടാവില്ല, അതിൽ നിന്നും കുറച്ച് തുക കുറവായിരിക്കും. അപ്പോഴാണ് ഇതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് തുടങ്ങുന്നത്. പക്ഷേ സത്യത്തിൽ ഇത്തരത്തിൽ ഇൻസ്റ്റൻറ്റ് ലോൺ തരുന്ന കമ്പനികളുടെ വെബ്സൈറ്റിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ലോൺ തരുമ്പോൾ നിങ്ങളിൽ നിന്നും പലിശ മാത്രമല്ല ഇവർ ഈടാക്കുന്നത്, മറ്റ് പല രീതിയിലും നിങ്ങളിൽ നിന്നും ഇവർ പണം ഈടാക്കുന്നുണ്ട്. സോ റുപ്പി റെഡി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റ് ലോൺ തരുന്ന കമ്പനിയുടെ വെബ്സൈറ്റിലെ ഡാറ്റ വെച്ചിട്ട് എന്തെല്ലാം തരത്തിലുള്ള അഡീഷണൽ ചാർജസ് ആണ് ഈ ഇൻസ്റ്റൻറ്റ് ലോണിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ റുപ്പി റെഡിയുടെ വെബ്സൈറ്റിൽ കയറുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവരുടെ പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ കിട്ടും എന്നുള്ളൊരു കാര്യം അവിടെ കാണാം. കുറച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ കാണാം ലോൺ എമൗണ്ട് 1000 മുതൽ 25,000 രൂപ വരെ കിട്ടും. ആനുവൽ ഇൻട്രസ്റ്റ് 30% മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റീപേയ്മെൻറ്റ് ടെന്യൂർ 3 മാസം. പ്രോസസ്സിംഗ് ഫീ 10 മുതൽ 15% വരെ. പക്ഷേ ഇവിടെ നിർത്തരുത്, നിങ്ങൾ കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റേറ്റ്സ് ആൻഡ് ടേം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിലെത്തും. ഇവിടെ ഈ ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാർജുകളും കൊടുത്തിട്ടുണ്ട്. ആദ്യം വരുന്നത് അപ്പ് ഫ്രണ്ട് പ്രോസസ്സിംഗ് ഫീ ആണ്. അതായത് നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എമൗണ്ടിൽ നിന്നും 10 മുതൽ 15% വരെ ഓൾറെഡി പിടിക്കും. ബാക്കി തുകയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഒരു 10,000 രൂപ ലോൺ എടുത്താൽ അതിൽ നിന്ന് 1000 മുതൽ 1500 രൂപ വരെ പിടിച്ചിട്ട് ബാക്കി തുകയെ നിങ്ങൾക്ക് തരുള്ളൂ. ഇനി സർവീസ് ചാർജസ് ആണ്. അത് 3 മുതൽ 21% വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടും നിങ്ങളിൽ നിന്ന് പിടിക്കും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 34 മുതൽ 36% വരെയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെ 34% വരുന്നുണ്ട്. ഇനി ഇത്രയും നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ തന്നെ വരുന്ന എമൗണ്ടാണ്. ഇനി നിങ്ങൾ ലോൺ നേരത്തെ അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ കൊടുക്കണം. ഇനി നിങ്ങൾ ലോൺ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ ചെറിയ എമൗണ്ടാണ്, 0.5% ഉള്ളൂ. പക്ഷെ അത് പെർ ഡേ ആണ്. എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഓരോ ദിവസവും 0.5% വെച്ച് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. ഇനി ലേറ്റ് പേയ്മെൻറ്റ്, നിങ്ങൾ EMI ഡേറ്റിൽ കൃത്യമായി അടയ്ക്കാതെ വൈകിയാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4% അഡീഷണൽ വരും. അല്ലെങ്കിൽ 550 രൂപ ഒരു EMIയുടെ കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഇനി ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്, നിങ്ങൾ ലോൺ അടയ്ക്കുന്ന വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉടനെ മാറും. 34 എന്നുള്ളത് ഉടനെ 36 ആവും. ഇനി ഓവർ ഡ്യൂവിന് സർവീസ് ചാർജ് ഉണ്ട്. അതായത് നിങ്ങളൊരു EMI മിസ്സാക്കി കഴിഞ്ഞാൽ ലോൺ എമൗണ്ടിൻ്റെ 8% വീണ്ടും നിങ്ങളുടെ നിന്ന് പിടിക്കും. സോ ഫലത്തിൽ ലോൺ എടുത്താൽ ഏകദേശം അത്രയും തുക തന്നെ നിങ്ങൾ പലിശയായിട്ടും മറ്റ് ചാർജുകളായിട്ടും തിരിച്ചടയ്ക്കേണ്ടി വരും. ഇത് ഇൻസ്റ്റൻറ്റ് ലോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും നമുക്ക് മുഴുവൻ ലോൺ തുകയും കൈ കിട്ടാറില്ല. അതിൽ നിന്നും പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നൊരു എമൗണ്ട് പിടിച്ചിട്ടാണ് ആ ലോൺ തുകയും നമ്മുടെ കയ്യിൽ കിട്ടാറ്. പക്ഷേ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിൽ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് ഇത്രയും ഉയർന്നൊരു ശതമാനമല്ല. അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ലോൺ എടുക്കുമ്പോൾ അതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് പ്രോസസ്സിംഗ് ഫീ ആയി പോകുന്നത് നമ്മൾ കണ്ണടയ്ക്കും. പക്ഷേ ഇൻസ്റ്റൻറ്റ് ലോണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ലോൺ എടുക്കുന്നത് തന്നെ ചെറിയൊരു എമൗണ്ടാണ്. അതിൽ നിന്നും ഇത്രയും ശതമാനം പ്രോസസ്സിംഗ് ഫീ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമ്മുടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തുക ലോൺ എടുത്താലേ ഈ പ്രോസസ്സിംഗ് ഫീ എല്ലാം കഴിഞ്ഞ് ബാക്കി നമുക്ക് ആവശ്യമുള്ള അത്രയും തുക നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ കൂടുതൽ തുക ലോൺ അടയ്ക്കേണ്ടി വരും. കൂടുതൽ തുക ലോൺ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ തുക പലിശ വരും. അതിനനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ വീണ്ടും കൂടും.
റുപ്പി റെഡി ഞാനൊരു ഉദാഹരണത്തിന് എടുത്തതാണ്. ഇതേപോലെ ഇൻസ്റ്റൻറ്റ് ലോൺ വരുന്ന മറ്റ് കമ്പനികളിലൊക്കെ ഈ ഒരു ചാർജുകളുണ്ട്. സോ ഇവിടെ നിങ്ങൾ ലോണ് തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ വരുന്ന അഡീഷണൽ ചിലവുകളുണ്ട്. പക്ഷേ അതിന് പുറമെ നിങ്ങൾ കൃത്യമായി ലോൺ അടച്ചാലും നിങ്ങളിൽ നിന്ന് അഡീഷണലായിട്ട് പിടിക്കുന്ന വേറെ കുറേ എമൗണ്ടുകളുണ്ട്. നിങ്ങളൊരു ഇൻസ്റ്റൻറ്റ് ലോൺ എടുക്കുമ്പോൾ നിങ്ങളാകെ ചിന്തിക്കുന്നത് ഇത്രയും ഉയർന്ന പലിശ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമാണ്. അത്രയും പലിശ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് ആൾക്കാർ ഇൻസ്റ്റൻറ്റ് ലോൺ എടുക്കാൻ പോകുന്നത്. കാരണം ഇവർക്ക് ബാങ്കിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഒന്നും ലോൺ കിട്ടുന്നുണ്ടാവില്ല. അത്രയും പണത്തിന് ആവശ്യമുണ്ടാവും. അപ്പോൾ ഉയർന്ന പലിശയാണെങ്കിലും സാരമില്ല, കാര്യം നടക്കട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ലോണുകളിലേക്ക് പോകുന്നത്. പക്ഷേ പലിശ മാത്രമല്ല, പലിശയ്ക്ക് പുറമെ ഇത്രയും ഉയർന്ന പ്രോസസ്സിങ് ഫീയും കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ ഫലത്തിൽ 35% പലിശയും 15% പ്രോസസ്സിങ് ഫീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുക്കുന്നതിൻ്റെ 50% നിങ്ങൾ പലിശയായിട്ട് കമ്പനിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത്രയും ഉയർന്ന പലിശ നിങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയർന്ന തുക നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. സോ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകളെ കുറിച്ച് ഒരുപാട് പരാതികളും ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മളിൽ പലരും വേറെ വഴിയൊന്നും ഇല്ലാതാകുമ്പോൾ ഇത്തരം ഇൻസ്റ്റൻറ്റ് ലോണുകളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വരുന്ന അഡീഷണൽ ചിലവുകളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ലോൺ എടുക്കുക. നിങ്ങൾ ഏത് ഇൻസ്റ്റൻറ്റ് ലോൺ കമ്പനിയിൽ നിന്നാണോ ലോൺ എടുക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ കയറി അവിടുത്തെ ഫീസുകളും അഡീഷണൽ ചാർജസും നോക്കി എത്ര തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും, എത്ര നിങ്ങൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ലോൺ എടുക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അടുപ്പമുള്ളവരോട് അത് പറയാനും അവരോട് കടം ചോദിക്കാനും ഒക്കെ മടിയുണ്ടാവും. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം ഇൻസ്റ്റൻറ്റ് ലോണുകൾ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അടുപ്പമുള്ളവരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. കാരണം പല കുടുംബങ്ങളും വലിയ കടക്കണിപ്പെട്ടിട്ട് ആത്മഹത്യയൊക്കെ ചെയ്തതിന് ശേഷമാണ് അടുപ്പമുള്ളവർ പോലും ഈ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇതിന് മുമ്പേ അറിയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. പണം തന്ന് സഹായിക്കാനല്ലെങ്കിലും അവർക്ക് വേറെ വല്ല രീതിയിലും നിങ്ങൾക്ക് പണം ലഭ്യമാവുന്ന ഇൻഫർമേഷൻ തരാനോ അല്ലെങ്കിൽ ഈ കടം ഒഴിവാക്കാനുള്ള മറ്റു കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരാനോ പറ്റുമായിരിക്കും. സോ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരം ഇൻസ്റ്റൻറ്റ് ലോണുകൾ എടുത്ത് കടബാധ്യത കൂട്ടുന്നതിന് പകരം അടുപ്പമുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മറ്റു വഴികളിലൂടെ ഈ സാമ്പത്തിക പ്രശ്നം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നതിൻ്റെ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നല്ലത്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും സേവിങ്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട്. അതും കൂടെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.